സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ. നിങ്ങൾക്ക് ഈ തോരൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1/4 കിലോ കൂർക്കയും ഒരു വലിയ ഏത്തക്കായുമാണ് ഞാനിവിടെ തോരനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. കൂർക്ക 3 കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം അത് നീളത്തിൽ അരിഞ്ഞ് പിന്നീട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാണ് ചെയ്യുന്നത്. ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. കൂർക്കയ്ക്കും ഏത്തക്കായ്ക്കും കറയുണ്ട്, അതുകൊണ്ട് ഇത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്. കൂർക്കയും കായും തന്നെ വെച്ചാൽ തന്നെ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് തോരൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനായിട്ട്. കൂർക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത്തയ്ക്ക അരിഞ്ഞെടുക്കാം. കൂർക്ക അരിഞ്ഞ പോലെ തന്നെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി വേണം ഏത്തയ്ക്കായും അരിഞ്ഞെടുക്കാനായിട്ട്. ഏത്തയ്ക്കായും കൂർക്കയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഏത്തയ്ക്കായ്ക്കും കൂർക്കയ്ക്കും ഏകദേശം ഒരു വേവായതിന് നമുക്ക് ഇത് ഒരുമിച്ചിട്ട് വേവിച്ചാൽ മതിയേ. ഇനി കഷ്ണങ്ങളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ തോരന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു കഷ്ണങ്ങളുടെ നിരപ്പനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്, കുറച്ച് കുറഞ്ഞിരുന്നാലും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു തവി കൊണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം തിളച്ച് വന്ന് വെള്ളം പറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായ 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പിഞ്ച് ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും 2-3 കഷ്ണം ചുവന്നുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്താണ് ഞാൻ തേങ്ങ ചതച്ചെടുത്തിരിക്കുന്നത്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേഗമേ ചെയ്യാവൂ, വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങളുമായിട്ട് യോജിക്കുന്ന പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് ഇതേ ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന തോരൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തോരൻ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം എണ്ണയുമായിട്ട് മിക്സ് ചെയ്യുന്ന പോലെ ഇളക്കിയെടുക്കാം. ഇത് ഫ്രൈ പാനിൽ കിടന്ന് ചെറുതായിട്ട് വെള്ളമെല്ലാം പറ്റി നല്ല ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇതുവരെ കായും കൂർക്കയും ഒരുമിച്ച് തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തോരൻ. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേറെ കറിയൊന്നും ആവശ്യമില്ല, അതുപോലെ ടേസ്റ്റാണ്. തോരൻ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ തോരൻ എന്താണേലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.